ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ കുഞ്ഞാടിൻ്റെ മണവാട്ടിയും നഗരവും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം സ്തോത്രം വായിക്കുന്നത് 9 വാക്യത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ളതായ വിവരങ്ങൾ ഈ അധ്യായങ്ങളിൽ 21-22 അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറയുന്നു. അവൻ തന്റെ ആത്മവിവശതയിൽ ഉയർന്നൊരു മന്മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പുതിയ യെരൂശലേം എന്നത് ഒരു നഗരമാണ്. അത് സ്വർഗത്തിൽ വെച്ച് പണി പൂർത്തിയാക്കപ്പെട്ട ശേഷം ഭൂമിയിൽ ഇറങ്ങി വരുന്നതാണെന്നും നമ്മൾ കാണുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ നമ്മൾ ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നൊരു പ്രത്യേകത നമ്മളിവിടെ കാണാൻ കഴിയുന്ന ഒരു ആത്മീയ മർമ്മം. വെളിപ്പാട് 21 അധ്യായത്തിൽ പുതിയ യെരൂശലേം 10 വാക്യത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. അതെ, പുതിയ യെരൂശലേം ദൈവ തേജസ്സുള്ളതാണ്. അതേസമയം പുതിയ ആകാശവും പുതിയ ഭൂമിയും തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. യോഹന്നാൻ 14:13 വായിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ യോഹന്നാൻ കാണുന്നത് സഭയാം മണവാട്ടിയുടെ വാസസ്ഥലമാണ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സഭയാകുന്ന മണവാട്ടി അതിലുണ്ടായിരിക്കുമെന്നും അത് നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് ചെയ്ത വാഗ്ദാനപ്രകാരം മധ്യാകാശത്തിൽ നിന്ന് സഭയെ ചേർത്തുകൊണ്ട് പോകുന്നത് സഭയ്ക്ക് വേണ്ടി പണിയുന്ന വാസസ്ഥലത്ത് പാർക്കുവാനാണ്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. യോഹന്നാൻ കാണിച്ചു കൊടുത്തത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണ്. അതെ, നമ്മുടെ കർത്താവ് അക്ഷരാർത്ഥം ഒരുക്കുന്ന വാസസ്ഥലമായ നഗരത്തിൽ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭ വസിക്കാൻ പോവുകയാണ്. ആകയാൽ പ്രിയ മക്കളെ, സ്തോത്രം. മണവാട്ടി സഭ പ്രവേശിക്കുന്ന രാജമന്ദിരമാണ്. പുതിയ യെരൂശലേം വാസസ്ഥലവും മണവാട്ടി സഭ അതിൽ നിന്ന് നിവസിക്കേണ്ടതുമാണ്. നമുക്കതിനായി ഒരുങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.